Hi dear students, welcome to Alex E Academy. Myself, Alex Tharun, Assistant Professor in Department of Civil Engineering. നമ്മൾ ഇന്നൊരു പുതിയ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2019 സ്കീം KTUവിലെ എല്ലാ ബ്രാഞ്ചിനും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ എല്ലാ ബ്രാഞ്ചിനും ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള S1 S2 പഠിക്കാനുള്ള EST 120 ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ ഒരു കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് പോർഷനാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് തരുന്നത്. സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെ ഒരു ജനറൽ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കോഡ് EST 120, സബ്ജക്റ്റ് നെയിം ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് 2019 KTU സ്റ്റുഡൻസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 4 ക്രെഡിറ്റാണ് ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് KTUവിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു സബ്ജക്റ്റ് എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിന് മൊത്തത്തിൽ 6 മൊഡ്യൂളാണുള്ളത്. ഇതിൽ 1, 2, 3 ആദ്യത്തെ 3 മൊഡ്യൂള് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാനുള്ളത്, ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ ലാസ്റ്റ് 3 മൊഡ്യൂൾ 4, 5, 6 നിങ്ങൾക്ക് മെക്കാനിക്കലാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് മൊഡ്യൂൾ 1, 2, 3 ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫർദർ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഒരു എൻറ്റയർ സബ്ജക്റ്റ് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഈ എൻറ്റയർ സബ്ജക്റ്റിന് ടോട്ടൽ 150 മാർക്സ് ആണ് ഉള്ളത്. അതിൽ 50 മാർക്സ് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. പിന്നെ ബാക്കി വരുന്ന 100 മാർക്ക് നിങ്ങൾക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിൽ നിന്നാണ് കിട്ടുന്നത്. എൻഡ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡ്യൂറേഷൻ 3 hours ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ മാർക്ക് ടോട്ടൽ 50 മാർക്സിനാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 10 മാർക്സ് നിങ്ങൾക്ക് അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ട് കിട്ടും. 25 മാർക്സ് കോളേജിൽ നടത്തുന്ന അസസ്മെൻറ്റ് ടെസ്റ്റ്, സീരീസ് എക്സാം, ടെസ്റ്റ് പേപ്പർ, അതിൻ്റെയൊക്കെ ആവറേജ് എടുത്ത് 25 മാർക്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റിന് കിട്ടും. 15 മാർക്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്, ക്വിസ്, കോഴ്സ് പ്രോജക്റ്റ്, ഈ ആക്ടിവിറ്റിക്കൊക്കെ മൊത്തത്തിൽ 15. അപ്പോൾ അങ്ങനെ ടോട്ടൽ 50 മാർക്സ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ ആയിട്ട് കിട്ടും. ഈ 50 മാർക്സിൽ 25 മാർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനും 25 മാർക്ക് മെക്കാനിക്കലിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1, 2, 3 നിന്ന് നിങ്ങൾക്ക് 25 മാർക്സ് ഇൻറ്റേർണൽ കിട്ടും. അതേപോലെ 4, 5, 6 എന്ന് പറയുന്ന മെക്കാനിക്കൽ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് 25 മാർക്സ് കിട്ടും. ഇനി നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ട് ഉണ്ടാകും. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗും പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ആണ്. ഈ ഓരോ പാർട്ട് 1ഉം പാർട്ട് 2ഉം അതിന് ഓരോ പാർട്ടിനും 50 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പാർട്ട് 1ന് 50 മാർക്ക് വെയിറ്റേജിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2ൽ വരുന്ന ക്വസ്റ്റ്യന് 50 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 1ൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട് 1ന് വീണ്ടും 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 അതിൻ്റെ അകത്ത് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിൽ 5 ക്വസ്റ്റ്യനാണ് ഉള്ളത്. പാർട്ട് B എടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട് Bയിൽ 3 മോഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അങ്ങനെ
3 മോഡ്യൂളിൽ നിന്നും മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അകത്ത് 3 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണം, മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. മൊഡ്യൂൾ 2ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ആ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ മെക്കാനിക്കലിൻ്റെ ഈ ഒരു സ്പ്ലിറ്റപ്പ് പോലെ തന്നെയായിരിക്കും വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ട് 1 ഒരു ബുക്ക്ലെറ്റ്, അതായത് സിവിൽ ആൻസർ ഷീറ്റായിട്ട് നിങ്ങളൊരു സെപ്പറേറ്റ് ബുക്ക്ലെറ്റും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബുക്ക്ലെറ്റായിട്ട് നിങ്ങൾ അടുത്ത ബുക്ക്ലെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റയർ സബ്ജക്റ്റിന് എക്സാമിന് നിങ്ങൾക്ക് 2 ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. ഒരു ബുക്ക്ലെറ്റിൽ 50 മാർക്സിനുള്ള സിവിലിൻ്റെ ആൻസർ ഷീറ്റ് ആക്കി എടുക്കുക, അടുത്ത ബുക്ക്ലെറ്റ് അടുത്ത മെക്കാനിക്കൽ പാർട്ടിന് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സ്പ്ലിറ്റപ്പിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BTech ഡിഗ്രി എക്സാമിനേഷൻ മന്ത് ഇയർ ഉണ്ടാവും. നമ്മുടെ കോഴ്സ് കോഡ് EST 120, കോഴ്സ് നെയിം ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 3 hour ഡ്യൂറേഷൻ, 100 മാർക്സ് ആണ്. 2 പാർട്ടുണ്ട്, 2 സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ബേസിക് സിവിലായിരിക്കും. പാർട്ട് 1നെ വീണ്ടും പാർട്ട് എയും പാർട്ട് ബിയും ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ അകത്ത് 4 എണ്ണം എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചാണ്. അപ്പോൾ അങ്ങനെയല്ല, ഈ പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യനും കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ 5 × 4 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് പാർട്ട് എയിലുള്ളത്. അടുത്ത പാർട്ട് ബിയിലേക്ക് പോയാൽ മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, ഓറാണ്. ഇനി ആ ഒരു ക്വസ്റ്റ്യന് മാക്സിമം 2 സബ് ക്വസ്റ്റ്യൻസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 6 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എയും ഉണ്ട് ബിയും ഉണ്ട്, 7 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എ ഉണ്ട് ബി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ മൊഡ്യൂൾ 2ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ മൊഡ്യൂൾ 3ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. ഒരു ഫുൾ ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അപ്പോൾ 10 × 3 30. അപ്പോൾ പാർട്ട് എയിൽ നിന്ന് 20, പാർട്ട് ബിയിൽ നിന്ന് 30. അപ്പോൾ അങ്ങനെ 50 മാർക്സിനാണ് പാർട്ട് 1 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതേപോലെ തന്നെയാണ് പാർട്ട് 2 ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും വരുന്നത്. അതിൻ്റെ അകത്ത് പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 20 മാർക്ക് കിട്ടും. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി, 10 മാർക്ക് ഒരെണ്ണം. ആ രീതിയിൽ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസാണ് ആദ്യം കാണിച്ചേക്കുന്നത്. മൊഡ്യൂൾ 1ൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൻ്റെ അകത്ത് റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, റെസ്പോൺസിബിലിറ്റി ഓഫ് എ സിവിൽ എഞ്ചിനീയർ, ഇനി ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഓരോ സ്ട്രീം, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അതിനെപ്പറ്റിയൊക്കെ ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്, സൈറ്റ് സെലക്ഷൻ ഫോർ ബിൽഡിംഗ്, കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ്, കമ്പോണൻസിൻ്റെ ഫങ്ഷൻ. അത് കഴിഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ വേരിയസ് ഏരിയ കാൽക്കുലേഷൻ. ഇത്രയാണ് മൊഡ്യൂൾ നമ്പർ 1ൽ വരുന്നത്. അടുത്ത മൊഡ്യൂൾ നമ്പർ 2ലേക്ക് പോയാൽ സർവേയിങ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറ്റി പഠിക്കാൻ, അതായത് ബ്രിക്ക്, സ്റ്റോണ്, സിമൻറ്റ്, ടിമ്പർ. അത് കഴിഞ്ഞാൽ സിമൻറ്റ് കോൺക്രീറ്റിനെ പറ്റി പഠിക്കാനുണ്ട്, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അതായത് ഗ്ലാസ്, സെറാമിക്സ്, പ്ലാസ്റ്റിക്സ്, അങ്ങനെ കുറച്ച് മെറ്റീരിയലിനെ പറ്റി പഠിക്കാനുണ്ട്. ഇനി മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതായത് ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അതാണ് ഫസ്റ്റ് ടോപ്പിക്. അത് കഴിഞ്ഞാൽ ബ്രിക്ക് മേസൺട്രിയെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ബിൽഡിങ്ങിൻ്റെ റൂഫിനെയും ഫ്ലോറിനെയും പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ സർവീസസ് എന്ന് വെച്ചാൽ എക്സ്കലേറ്റർ, എലിവേറ്റർ, റാമ്പുകൾ, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക്ക് ഗ്രീൻ ബിൽഡിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ
മൊഡ്യൂൾ നമ്പർ 1, 2, 3 നമുക്ക് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത 4, 5, 6 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചർ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ലെക്ചറിൽ മൊഡ്യൂൾ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.